ശീലമായി കേട്ടോ വെള്ളത്തിൽ ഇറങ്ങണമെന്ന്. ഹായ് ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ബൈരകുണ്ടയിൽ എത്തിയിരുന്നില്ല. രാത്രി ഞങ്ങൾക്ക് അടിപൊളി ഒരു സ്റ്റേ ഒക്കെ കിട്ടി. നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ ചേച്ചി. പുള്ളിക്കാരുടെ റിസോർട്ടിലാണ്. ചേച്ചി ഷൈലോ. അപ്പൊ നമുക്ക് ബോർഡറിൽ തന്നെയാണ്. അപ്പൊ ഇവിടെ നിന്നുള്ളൊരു ഗുണം, നമുക്ക് ഇവിടുന്ന് തൊട്ടടുത്തായിട്ട് മന്ദിർ ഉണ്ട്. നമുക്ക് പോവാം. ഇവിടെ ഭൂട്ടാൻ ബോർഡറാണ്. നമുക്ക് പോവാന്ന് പറയാം. അപ്പൊ ചേച്ചിയുടെ ഹൈ കൊടുത്തിട്ട് ഓക്കെ. അപ്പം നമ്മളിനി ബാക്കി കാഴ്ചകൾ അമ്പലത്തിൽ ചെന്നിട്ട് കാണാം. ഇവിടെ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. നമുക്ക് ഇവിടുന്ന് വേറെ ഒരുപാട് ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ട്. നേണ്ട പുള്ളിക്കാരനും കൊൽക്കത്തയിൽ നിന്നുള്ള ഒരു കൂട്ടുകാരനെ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഫാമിലി ആയിട്ടാണ് അവരിപ്പോ വരും. അപ്പൊ നമ്മളെല്ലാരും കൂടെ മന്ദിറിൽ പോവാണ്. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ആസാം, അരുണാചൽ പ്രദേശ്, ഭൂട്ടാൻ ട്രൈ ജംഗ്ഷൻ 3 ഏരിയാസിന്റെയും കൂടെ മീറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ഇപ്പൊ എന്റെ പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ ആ സൈഡിൽ കാണുന്നത് ഭൂട്ടാനാണ്. ഈ പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണുന്നത് അരുണാചൽ പ്രദേശാണ്. ഇതിനിടയ്ക്കുള്ള ഒരു വാലിയിലാണ് ശരിക്കും നമ്മളിപ്പോ നിൽക്കുന്നത്. വാലി പോർഷൻ ആസാമിലാണ്. ആസാം പ്രോപ്പർ വാലിയാണ്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് പോർഷൻ, ആസാമിൻ്റെ വാലിയുടെ ലാസ്റ്റ് പോർഷനാണ് നമ്മൾ നിൽക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഭൂട്ടാനും ലാസ്റ്റ് സൈഡിൽ അരുണാചൽ പ്രദേശും. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആസാമിലാണ്. അപ്പോൾ നമ്മളിവിടെ നേരെ നടന്നു കഴിഞ്ഞാൽ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും. ഇതിനകത്ത് കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും. അതെന്ന് പറയുന്നത് 2 നദികളുടെ കോൺഫ്ലുവൻസ് ആണ്. ഒന്ന് ധൻസരി എന്ന് പറയുന്ന റിവറുണ്ട്. ആ റിവർ അരുണാചൽ പ്രദേശിൽ വരുന്ന റിവറാണ്. ആ റിവറിനെ ഭൂട്ടാനിൽ വരുന്ന റിവർ മീറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അവിടെ ഒരു പിക്നിക് സ്പോട്ട് ഉണ്ട്. ആ പിക്നിക് സ്പോട്ടിലോട്ട് പോയിട്ട് നമുക്ക് മന്ദിറിലോട്ട് പോകാം. കാരണം മന്ദിർ 8 മണിക്കേ തുറക്കത്തുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ പിക്നിക് സ്പോട്ടിലോട്ട് പോകാം. കണ്ണു പോവാടാ റിസോർട്ടൊക്കെ ഉണ്ട്. ധൻസരി റിസോർട്ട്. ഞാൻ പെട്ടെന്ന് DHW വരെ കണ്ടാൽ വെച്ച് ധ്വനിന്നായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു മാർക്കറ്റിൽ പോയില്ലായിരുന്നു. ആ മാർക്കറ്റിൽ പോയപ്പോഴത്തേക്കും അവിടുത്തെ ചേട്ടൻ പറഞ്ഞത് അവിടെ റിസോർട്ടുകളുണ്ട്. റിസോർട്ടല്ല, ചെറിയ ഹോം സ്റ്റേസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരുപാട് പഴയ റിസോർട്ടൊക്കെയാണ്. നമ്മൾ താമസിച്ചത് ഒരു ഹോം സ്റ്റേ, അത് പുതിയൊരു ഹോം സ്റ്റേ ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ റൂമും നല്ല വൃത്തിയുള്ള റൂമുമായിരുന്നു. മറ്റേതൊക്കെ അത്രയ്ക്ക് വൃത്തിയുള്ളതല്ല, കൺജസ്റ്റഡ് ആണ്, ഹെവി റഷ് വരുന്ന സാധനങ്ങളൊക്കെയാണെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പം വരുവാണെങ്കിൽ സ്റ്റേക്കുള്ള ഓപ്ഷൻസ് ഒരുപാടുണ്ട്. ഇവിടെ ഒരു റിസോർട്ടുണ്ട്. ആ റിസോർട്ട് കാണാൻ രസമുണ്ട്. ഒന്ന് കാണിച്ചു തരികയാണ്. അങ്ങോട്ട് കാണിച്ചു. നമ്മൾ പിക്നിക് സ്പോട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം തണുപ്പിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇവിടെ വലിയ തണുപ്പേ ഇല്ല. നമുക്ക് നടക്കാൻ പറ്റും. ഇവിടെയൊക്കെ ഒരുപാട് തനി ഗ്രാമീണരാണ്. അവർ കൃഷി ചെയ്യുന്നു, അങ്ങനെ ജീവിക്കുന്നു. കാരണം അതുപോലെ തന്നെ ബോർഡർ, നമ്മളിപ്പോൾ പറഞ്ഞിട്ട് ബോർഡർ ഏരിയ ആണ്. നമുക്ക് അമ്പലം ബോർഡറാണ്. അപ്പോൾ ബോർഡറിലേക്ക് കയറാനായിട്ട് നമുക്ക് ആകെ വേണ്ടുന്ന ഡോക്യുമെന്റ് വോട്ടർ ഐ ഡി മാത്രമേ ഉള്ളൂ. അപ്പോൾ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ, വോട്ടർ ഐ ഡി മാത്രം മതി. അപ്പോൾ എനിക്കൊക്കെ അത്ഭുതമായിരുന്നു. അങ്ങനെ അത്രയും മതി. അതായത് ഭൂട്ടാനിലെ കാര്യങ്ങൾ അത് മാത്രം മതി. ഇയാൾക്ക് സംസാരിക്കാൻ വേണ്ടി വഴക്കുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് അടുത്തടുത്ത് വരുന്നുണ്ട്. നമുക്ക് അതാണ് അതിന്റെ ആ ഒരു എന്താ പറയാ, അതിന്റെ ഒരു സൗണ്ട് നമുക്ക് രാത്രി നല്ല ഹൈ ഇതിൽ നമുക്ക് കേൾക്കായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ച് വാട്ടർഫോൾ ആണെന്ന്. അപ്പൊ അങ്ങനെ ആ റൂമിന്റെ ചേച്ചിയോട് തിരക്കിയപ്പോൾ ചേച്ചിയാണ് പറഞ്ഞതല്ല, ഇതുപോലെ 2 നദികൾ വന്ന് കൂട്ടിമുട്ടുന്ന സ്പോട്ടാണ്. അതൊരു പിക്നിക് സ്പോട്ട് എന്നാണ് പറയുന്നത്. നമ്മൾ അവിടേക്കാണ് വന്നത്. നമ്മൾ ഇതുവഴി തന്നെ വരാനുള്ളത്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഏതെങ്കിലും ഹൈഡ്രോലോജിക് പവർ പ്രോജക്റ്റിന്റെ ഭാഗമായിരിക്കും. മാറി വണ്ടി വരുന്നു. ഇതിന് പാരലായിട്ടൊരു ബ്രിഡ്ജ് അപ്പുറത്ത് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ, അതുകൊണ്ടാ കാണുന്നതേ. എന്ത് പ്രോജക്റ്റ് എന്നാ ഇപ്പൊ എഴുതിയേക്കുന്നത്? ധൻസരി ഇറിഗേഷൻ പ്രോജക്റ്റ്. ഓക്കെ, ഡാമാ. നോക്കി, ഭൂട്ടാന്റെ മലയൊക്കെ അടിപൊളിയായിട്ട് കാണാം. നമുക്ക് ശരിക്കും സിക്കിം പോലെയൊക്കെ തന്നെ അല്ലേ? അതെ. നോക്കിക്കഴിഞ്ഞാൽ അത് ഭൂട്ടാനാണ്. അവിടെ നിന്ന് റിവർ ഒഴുകി വരുന്നുണ്ട്. ഇത് നമ്മുടെ അരുണാചലാണ്. ഇവിടെ നിന്ന് ഒരു നദി ഒഴുകി വരുന്നുണ്ട്.
രണ്ടും കൂടെ ഇവിടെ വെച്ച് കോൺഫറൻസ് ചെയ്യുന്നു. എന്നിട്ട് ഇത് രണ്ടും കൂടെ താഴെ പോയിട്ട് നമ്മുടെ ധൻശ്രീ റിവറുമായിട്ട് കോൺഫറൻസ് ചെയ്യുന്നു. അങ്ങനെ രണ്ടൊരു സംഭവമാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. നല്ല സൗണ്ടാണ്. ഈ ഒരു ഞാൻ പറയുന്നതിൻ്റെ തന്നെ അതിനെക്കാട്ടി കൂടുതൽ കേൾക്കാൻ പറ്റുന്ന റിവറിൻ്റെ സൗണ്ടാണ്. ശരിക്കും ഈ സൗണ്ട് നമുക്ക് റൂമിൽ കേൾക്കാൻ പറ്റുമായിരുന്നു. നല്ല അടിപൊളി ക്ലൈമറ്റാണ്, വലിയ തണുപ്പൊന്നുമില്ല. പക്ഷേ ആ ഹിമാലയ എല്ലാം അടിപൊളിയായിട്ട് കാണാനും പറ്റും. നമ്മൾ ശരിക്കും സിക്കിമിലെ കണ്ടതിൻ്റെ ആൾമോസ്റ്റ് സെയിം ഒരു ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ്. അത് അവിടെയും ലാൻഡ് സ്ലൈഡ് ചെയ്തതിൻ്റെ കാണാൻ പറ്റും. എന്താണ് മൊബൈലിൽ കൃത്യമായിട്ട് കിട്ടുമെന്ന് അറിയത്തില്ല. ആ ടോപ്പിലും അതുപോലെ ലാൻഡ് സ്ലൈഡ് ചെയ്ത് പോയതിൻ്റെ ഭാഗങ്ങൾ കാണാൻ പറ്റും. ഈ ഒരു ഹിസ്റ്ററി ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ പറഞ്ഞില്ലേ ആ ഒരു റിവർ, രണ്ട് റിവർ, ഒന്ന് ഭൂട്ടാനിൽ നിന്നും ഒന്ന് അരുണാചലിൽ നിന്നും വരുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഭൂട്ടാനിൽ നിന്ന് വരുന്ന റിവറിൻ്റെ പേര് ജംപാനി റിവർ എന്നാണ്. അപ്പുറത്ത് അരുണാചലിൽ നിന്ന് വരുന്ന റിവറിൻ്റെ പേര് ഭൈരവി റിവർ എന്നാണ്. ആ രണ്ട് റിവറും നമ്മൾ മുകളിൽ വെച്ച് മീറ്റ് ചെയ്ത് കണ്ടു. അവിടെ ആൾക്കാരൊക്കെ മീൻ പിടിക്കുന്നൊക്കെ ഉണ്ട്. ഇനി താഴെ അവർ ധൻശ്രീ റിവറിനെ മീറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം നമ്മുടെ ഹിന്ദു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ശിവവിശ്വാസത്തിൻ്റെ ശിവ കൾട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഈ ഭൈരവകുണ്ട എന്ന് പറയുന്നത്. ക്ഷേത്രം ഭൂട്ടാനിലാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് എൻട്രി കിട്ടുന്നത്. അപ്പോൾ ശരിക്കും അല്ലെങ്കിൽ ഭൂട്ടാനിൽ പോകണമെങ്കിൽ ഒരു ദിവസം 1200 രൂപ അവരുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഫീസ്, വണ്ടിക്ക് ഫീസ്, ഗൈഡിൻ്റെ ഫീസ്, അങ്ങനെ കുറേയധികം ഫീസിൽ കൊടുത്ത് മാത്രമേ നമുക്ക് ഭൂട്ടാനിൽ എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ആധാർ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭൂട്ടാനിലേക്ക് പ്രവേശിക്കാൻ പറ്റും. വോട്ടർ ഐ ഡി കാർഡ്, സോറി, ആധാർ കാർഡ് എടുക്കത്തില്ല, വോട്ടർ ഐ ഡി കാർഡ് മാത്രം കൊടുത്താലേ എടുക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പിക്നിക് സ്പോട്ട് കണ്ടതിന് ശേഷം നമുക്ക് നമ്മുടെ ഇങ്ങോട്ട് പോകാം. നമ്മുടെ ആ ഭൈരവകുണ്ട പിക്നിക് സ്പോട്ടിലോട്ടൊക്കെയുള്ള ഒരു വഴിയാണ്. നടപ്പാതയൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളുടെ മറൈൻ ഡ്രൈവിലൊക്കെ നടക്കുന്ന പോലെ ഉണ്ടല്ലേ, പക്ഷേ കുറച്ചുകൂടെ വൃത്തിയുണ്ട്. കണ്ണു എങ്ങോട്ടാ പോന്നേ? വീട്ടിൽ പോന്നു. ആരുടെ വീട്ടിൽ പോന്ന്? ചേച്ചിയുടെ വീട്ടിൽ. അടിപൊളി. ഇതൊക്കെ ഇവരുടെ ഈ റിസോർട്ടിൻ്റെ ഒക്കെ ഭാഗമായിരിക്കും, അതോ വീടുകളാണോ? റിസോർട്ടാണ്. നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് കണ്ടില്ലേ ഈ റിസോർട്ടിൻ്റെ ബാക്കിയൊക്കെ? അതിൻ്റെ ബാക്കി റിവർ സൈഡ് ആയിരിക്കണം. പക്ഷേ വലിയ മോടിയൊന്നും ഇല്ലല്ലേ റിസോർട്ടൊന്നും. നിൽക്കടി അവിടെ നിൽക്കടി. അവിടെ കടുവ ഉണ്ടേ, കടുവ. ഇന്നലെ അച്ഛൻ പറഞ്ഞു കടുവ നക്കിയ മുട്ടായി ഒന്നും തിന്നരുതെന്ന്. ട്രീ ഹൗസ് പോലൊരു സംവിധാനം കെട്ടിയിട്ടുണ്ട്. ആ താരം ഇല്ലാന്ന് തോന്നുന്നു. പൂട്ടിയിട്ടേക്കാണ്. പക്ഷെ ഇവിടെ അധികം ടൂറിസ്റ്റുകൾ നിൽക്കുന്നത് കാണുന്നില്ല. സീസണല്ല. ഇവിടെ ഈ മറ്റേ പിക്നിക് സ്പോട്ടിൽ ഓടിക്കാനുള്ള വണ്ടികളെ കണ്ടോ? പിക്നിക് സ്പോട്ടിലേ ഓടിക്കുന്ന ടൈപ്പ് വണ്ടി. ടൂറിസ്റ്റുകളെ മാത്രം ആശ്രയിച്ചുള്ള സംവിധാനങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു. നമ്മളിന്ന് വന്നപ്പോഴും അധികം ആൾക്കാരെയൊന്നും ടൂറിസ്റ്റുകളെ കണ്ടിട്ടില്ല. തണുപ്പ് വീണ് തുടങ്ങിയതുകൊണ്ടായിരിക്കാം മുകളിലേക്ക് അധികം ആൾക്കാർ പോകുന്നില്ല. അത് തന്നെ റോക്ക് ഹിൽ വാലി റിസോർട്ട്. റോക്ക് ഹിൽ വാലി റിസോർട്ടാണ്. നമ്മുടെ ആ പിക്നിക് സ്പോട്ടിലോട്ടുള്ള വഴി കംപ്ലീറ്റ് ആയിട്ട് ഇൻ്റർലോക്കൊക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. നേരെ ആ ഇൻ്റർലോക്ക് നോക്കി നടന്നാൽ മതി. കിടക്കുന്നത് നമ്മുടെ കൂടെ ആ റൂമിലുണ്ടാകുന്ന വണ്ടി, അവരുടെ വണ്ടിയാണ് അത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അടിപൊളി. ഇവിടെ എന്നാ കിടിലം വ്യൂ കേട്ടോ. തജേവ ഗ്ലേസിയർ കയറിയില്ലേ? അപ്പോൾ ആ ഒരു പോകുന്ന വഴി ഇതുപോലെ കിടിലം വ്യൂ. പക്ഷെ അവിടെ നിറച്ച് പൈൻ മരങ്ങളായിരുന്നു. നമ്മൾ ആ പിക്നിക് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ വന്ന കൽക്കത്ത ഫാമിലിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്താ പറഞ്ഞ അതിൽ അവിടെ നിന്ന് എറിയാനാ. അവിടെ കാണുന്ന ഈ റിവറാണ് ഇപ്പൊ ധൻശ്രീ റിവർ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മള് പുസ്തകങ്ങളിലും മറ്റും വായിച്ചറിഞ്ഞിട്ടുള്ള ധൻശ്രീ റിവർ. നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. വേണ്ട കല്ലിന് ഉറപ്പില്ല, ഉരുണ്ടിരിക്കുന്ന കല്ലുകളാട്ടോ.
എവിടെ വെള്ളം കണ്ടാലും ഇവക്ക് ആ വെള്ളത്തിലിറങ്ങി കളിക്കണം, അല്ലെങ്കിൽ കല്ല് പിറക്കി എറിയണം. ഇതൊക്കെയാണ് അവിടെ പരിപാടി. അതിനൊക്കെ ഒത്തു കൂട്ട് നിൽക്കുന്ന ഒരാളെയും കൂടെ അവൾക്കറിയാം ആരെ പിടിച്ചാൽ നടക്കുമെന്നുള്ളത്. അതുകൊണ്ടാണ് രണ്ടും കൂടെ പോയേക്കാണ്. ഞാൻ കരയിലിരിക്കുകയാണ്. ഒഴുകിപ്പോയാൽ കൂവാൻ ഒരാൾ വേണമല്ലോ, അതുകൊണ്ട് ഞാൻ കരയിലിരുന്ന് വീഡിയോ എടുക്കുകയാണ്. അല്ലാതെ നോക്കാം വെള്ളത്തിലിറങ്ങി കുളിക്കാൻ പോവുക. ഏതോ ഒരു നദി പറ്റി വരണ്ട് കിടക്കുവാണ് ഇപ്പം. നമ്മുടെ റൂമിലോട്ട് പോകാനുള്ള ഷോർട്ട് കട്ടാണ്. അതാണ് നമ്മുടെ ഹോം സ്റ്റേ. നമുക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള നോക്കി നോക്കി പോണേ, വേണ്ടാത്തരൊന്നും ചവിട്ടല്ലേ. ഇല്ല, ഇവിടെ അങ്ങനത്തെ വൃത്തികേടുകളൊന്നും ഇല്ല. ഒരു കാര്യമുണ്ട്, ഇവിടെ ആൾക്കാർക്ക് നല്ല വൃത്തിയുണ്ട്. ഇവിടെ പാൻ ചവിക്കുന്നത് കണ്ടില്ല, അങ്ങനെ പുറത്തൊന്നും വൃത്തികേടാക്കുന്നത് കണ്ടിട്ടേ ഇല്ല. അങ്ങനെ ആസാമിൽ വന്നിട്ട് നിങ്ങൾ പ്ലാവ് കണ്ടില്ലെന്ന് പറയരുത്. ഇവിടെ പ്ലാവ് കണ്ട ആശ്ചര്യത്തിൽ നിൽക്കുകയാണ് മിസ്റ്റർ ദീപക് പിള്ളൈ. വേണ്ട, അത് കുത്തിയിരുന്ന് വീഡിയോ എടുക്കാണ് മോള്. ഹലോ, ബാ വണ്ടി വരുന്നു, ബാ. അതെ, ഗസ്റ്റ് ഹൗസ് പോലെ എന്തോ ആണ്. കീപ്പറാ ആണ്, പശുവൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ ദേ അങ്ങനെ വന്നപ്പോഴാണ് ദേ നമ്മളുടെ പ്രോപ്പർ ബോർഡർ. പറഞ്ഞു 24Q KL. നമ്മളുടെ വോട്ടർ ID കാർഡും നമ്മുടെ വണ്ടിയുടെ RC ബുക്കും കൊടുത്തു. അപ്പോൾ നമുക്ക് നമ്പർ തന്നിട്ടുണ്ട് 19. അത് തിരിച്ചു വരുമ്പോൾ ഇവിടെ പറയണം. ഇനി നമുക്ക് ഭൂട്ടാനിലേക്ക് പ്രവേശിക്കാം. കമോൺ, ചലോ ഭൂട്ടാൻ. കാർഡ് ഇവിടെ ഭൂട്ടാൻ്റെ ടെറിട്ടറിയിൽ എൻ്റർ ചെയ്തപ്പോഴത്തേക്കും അവിടെ കസ്റ്റംസ് ഓഫീസിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് പകരം ഒരു ID തന്നു. ഇവിടുത്തെ ID തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തിരിച്ചു കൊടുക്കുമ്പോഴായിരിക്കും നമുക്ക് നമ്മുടെ ID തിരിച്ചു തരും. അപ്പോൾ നമുക്ക് ആദ്യം അമ്പലത്തിൽ പോയിട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ നമുക്ക് ഇതും കൊടുത്ത് നമ്മുടെ ID വാങ്ങിച്ചു തരാം. ഓക്കെ, ബാ. വെൽക്കം ടു ഭൂട്ടാൻ. നമ്മുടെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് അല്ലേ. അങ്ങനെ നമ്മളൊരു വിദേശ രാജ്യത്തേക്ക് അത് 5 പൈസ ചിലവില്ലാതെ നമ്മൾ വിചാരിച്ചു കേട്ടോ. ഭൂട്ടാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ബൈരക്കൊണ്ട മന്ദിരം. ഇവിടെ ഒരു ബോർഡ് പോലും ഇല്ല. അങ്ങനെ ആരോടൊക്കെ ചോദിച്ച് വന്നതാണ്. പക്ഷെ ഇത് ഫോട്ടോയിൽ കാണുന്നതായിട്ടൊരു വലിയ ഇതില്ലെന്ന് തോന്നുന്നല്ലേ. കൺസ്ട്രക്ഷൻ നടക്കുന്നതായിരിക്കും. ഇവിടെ നോക്കിയിട്ടില്ല. ഭൂട്ടാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രവും ഒരേ ഒരു ശക്തിപീഠവുമാണ് നമ്മുടെ ബൈരക്കൊണ്ട ടെമ്പിൾ എന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ അതിൻ്റെ ഫെസ്റ്റിവൽ ടൈം ഒന്നുമില്ല. ജനുവരിയൊക്കെ ഫെസ്റ്റിവൽ ടൈം ആകുമ്പോഴത്തേക്ക് അപ്പോൾ ഇവിടേക്ക് ഡിവോട്ടീസൊക്കെ വരത്തുള്ളൂ. ഇപ്പം ഇവിടെ റിനോവേഷൻ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ വളരെ രസകരമാണ് ഇവിടെ ഇരിക്കാനും. പീസ്ഫുള്ളായിട്ടുള്ള അറ്റ്മോസ്ഫിയറും വളരെ കാം ആൻഡ് ക്വയറ്റ്, ഭയങ്കര രസമാണ്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഭയങ്കര ഫീലാണ് ഇവിടെ വന്നിരിക്കുമ്പോൾ. നിങ്ങൾക്ക് അവിടെ ഉണ്ട്, അവിടെ കാണാൻ പറ്റും. മരങ്ങളുള്ളതുകൊണ്ടാണ് അധികം വ്യക്തമാവാത്തത്. നമ്മൾ ആ കണ്ട റിവറാണത്. അപ്പോൾ ഇത്ര ദൂരമേ ഉള്ളൂ എങ്കിലും ബോർഡർ ആയതുകൊണ്ട് പ്രൊസീജിയറും കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ ഇത്രയും കറങ്ങിയാണ് വന്നത്. അപ്പോൾ ഈ നിൽക്കുന്നത് ഭൂട്ടാനിലാണ്. ഭൂട്ടാനിലെ മന്ദിറാണ് ഈ കാണുന്നത്. ഇവിടുത്തേക്ക് അമ്പലങ്ങൾ നമ്മളുടെ അമ്പലങ്ങൾ പോലെയല്ല. അതിൻ്റെ ഒരു ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഒരു ഗോംബാസുമായിട്ട് സിമിലാരിറ്റീസ് ഉള്ള രീതിയിലാണ് ഇവിടുത്തെ അമ്പലങ്ങളൊക്കെ പണിഞ്ഞിരിക്കുന്നത്. ഇവിടെ താഴെ ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ്. ദേ നിൽക്കുന്നു നമുക്ക് പരിചയമുള്ള ഒരു മുഖം ഭൂട്ടാനിൽ.
ഇതുവഴിയാണ് പോകേണ്ടത്. ഭൂട്ടാനിലേക്കുള്ള യാത്രയിൽ കൂടിയാണ്. വളരെ ചെറിയൊരു ട്രിപ്പാണ്, ഏകദേശം 1-2 മണിക്കൂർ മാത്രമുള്ള ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ താഴേന്ന് റിവർ കണ്ടിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ അപ്പർ റീച്ച് നോക്കാം. താഴെ കാണാൻ നല്ല രസമുണ്ട്. കണ്ണു പാടാ, താഴോട്ട് പാടാം, വെള്ളത്തിൽ പാടാ. നല്ല സ്പീഡുണ്ട് കേട്ടോ ഒഴുകിന്. താഴെ ഒരു ചെറിയ അമ്പലം ഉണ്ടെന്ന് പറഞ്ഞു, അവിടെ അതാണ്. നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ മൂലപ്രതിഷ്ഠ എന്ന് പറയത്തില്ലേ, അതാണ് സംഭവം. ചെറിയൊരു സംഭവം. എനിക്ക് തോന്നുന്നു ഈ നദിയിലൊക്കെ വെള്ളം കയറുമ്പോഴേക്കും ഇവിടെ എല്ലാം വന്ന് നനയുമെന്ന് തോന്നുന്നു. അതായിരിക്കണം ഇവിടുത്തെ കൺസെപ്റ്റ്. എന്തായാലും ഇവിടെ ചോദിക്കാനും പറയാനൊന്നും ആരെയും കണ്ടില്ല. നമ്മുടെ നാട്ടിലെ പോലെ പൂജാരിമാരൊന്നും ഓടി നടക്കുന്നില്ല, നമ്മളെ കൊണ്ട് പൂജയൊന്നും ചെയ്യിക്കുന്നില്ല. ക്ഷേത്രത്തിൽ വന്നു, അതൊക്കെ കണ്ടു. ഇനി നമുക്ക് താഴെ ഒരു നദിയുണ്ട്, അത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാം. ഭൂട്ടാനിൽ നിന്ന് വരുന്ന ആ നദിയാണ് ആ കാണുന്നത്. രാവിലെ നമ്മൾ പോയി നിന്ന് ആ ബ്രിഡ്ജ് അവിടെ കാണാൻ പറ്റും. അങ്ങനെ ഇന്ത്യയുടെയും ഭൂട്ടാൻ്റെയും ആ ബോർഡറിൽ നിന്നുള്ള ആ കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെന്തായാലും ഭൂട്ടാനിലെ ആ കാഴ്ചകൾ, ചെറിയൊരു വിസിറ്റ് ആയിരുന്നു ഭൂട്ടാനിലേക്ക്. ഇല്ലെങ്കിൽ ഭൂട്ടാനിൽ കയറണമെങ്കിൽ ഭയങ്കര പൈസ. ഒരു ദിവസം ഒരാൾക്ക് 1200 രൂപ SDF, വണ്ടിയുടെ പൈസ, അങ്ങനെ കുറേയധികം പൈസയാവും. നമ്മളതൊന്നും ഇല്ലാതെ ജസ്റ്റ് നമ്മുടെ വോട്ടർ ID കൊടുത്തിട്ട് ഒന്ന് കയറിയതാണ് ഭൂട്ടാനിലേക്ക്. നമുക്ക് ഇവിടെ നേരെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് നേരെ നമ്മുടെ വണ്ടി എടുത്ത് പെട്രോളും അടിക്കണം. ഇവിടെ പെട്രോളിന് 72 രൂപയേ ഉള്ളൂ. വണ്ടിയിൽ ഫുള്ള് പെട്രോളും അടിച്ച് നമുക്ക് നേരെ ദിബാങ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇന്ന് വിടണം. ട്രഡീഷണൽ ഭൂട്ടാൻ ശൈലിയിലുള്ള വീടുകളും അപ്പാർട്ട്മെൻറ്റുകളും ഒക്കെയാണ്. നമ്മളിങ്ങനെ ടെമ്പിളിൽ കൂടി നടന്നുകൊണ്ടിരിക്കുമ്പം കുഞ്ഞിന് വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഭൂട്ടാൻ വീട്ടിൽ കയറി കുറച്ച് വെള്ളം കുടിച്ച് അവരുമായിട്ട് കാര്യം പറഞ്ഞ് അങ്ങനെ വരികയാണ് ചെയ്യുന്നത്. എന്തായാലും നല്ല സ്നേഹമുള്ള ആൾക്കാരല്ലേ, നല്ല ആൾക്കാരാണെന്ന് തോന്നുന്നു. ഇവരുടെ ഒരു സ്കൂളാണ് ഈ സൈഡിൽ കാണുന്നത്. നല്ല രസമുണ്ടല്ലേ ബിൽഡിംഗ് ഒക്കെ, പഴയ ടൈപ്പ് ബിൽഡിങ്. അതിൻ്റെയൊക്കെ മേൽക്കൂരയൊക്കെ ചെയ്തേക്കുന്നതാണ്, നല്ല ഭംഗിയാണ്. നമ്മുടെ കൊട്ടാരങ്ങളൊക്കെ ചെയ്തേക്കുന്ന പോലെ, മഹാരാജാസൊക്കെ കാണുന്നത് പോലുണ്ട്. ഏതൊരു പുതിയ സ്ഥലത്ത് നിന്നാലും അവിടുത്തെ തദ്ദേശീയമായിട്ട് ആൾക്കാരെ കാണുക, അവരുമായി കുറച്ച് സംസാരിക്കുക, അതൊക്കെ ഞങ്ങളുടെ ഒരു വിനോദം എന്നതിനെക്കാട്ടും ഉപരി ഞങ്ങളുടെ ഒരു ജിജ്ഞാസ കൂടിയാണ്. ആ നാട്ടുകാർ എന്ത് ചിന്തിക്കുന്നു, അവരുടെ കാര്യങ്ങൾ അറിയുക, അങ്ങനത്തെ കാര്യങ്ങളെപ്പറ്റി ഞങ്ങൾക്ക് വളരെയധികം ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇന്നപ്പോഴാണ് ഇവിടെ സ്കൂളിൽ ഒരു ചെറിയ പണി നടക്കുന്നുണ്ട് കാണുകയും ഞങ്ങൾ ഇദ്ദേഹത്തോട് സംസാരിക്കാൻ വന്നത്. No. That's no holding. Iधर से अब स्नो होल्डिंग है, फिर इधर से इस तरफ about 60-70 किलोमीटर. अब नीचे नहीं जाता इंडिया के साइड में? जाता है काम में, बहुत जाता है. हाँ, अभी तो किया था. अभी तो जाके आया. ഒരു സ്കൂളല്ലേ, 10ാം ക്ലാസ് വരെയുള്ള സ്കൂളാണിത്. ശരിക്കും ആ ഒരു അതിൻ്റെ ഒരു ഡിസൈനും അതിൻ്റെ ഒരു വൃത്തിയെ കാണുമ്പോഴത്തേക്ക് അടിപൊളി, രക്ഷയില്ല കേട്ടോ. പഴയ ബിൽഡിങ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിട്ടാണ്. അപ്പോൾ അതേ അനുവാദം തന്നു, ഈ ഓപ്പൺ ഏരിയയ്ക്ക് ഒന്ന് കണ്ടിട്ട് വരാൻ അതേ അനുവാദം തന്നിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് നടക്കാം. ഇവിടെ സ്കൂൾ 10ാം ക്ലാസ് വരെ ഉള്ളൂ. അതിന് മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ 30 കിലോമീറ്റർ മുകളിലേക്ക് കയറണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെയൊക്കെ അവിടുത്തെ മ്യൂസിയവും ഒക്കെ പണിഞ്ഞിട്ടേക്കുന്ന ഇവിടുത്തെ ട്രഡീഷണൽ രീതിയിലാണ് ഈ സ്കൂളൊക്കെ പണിഞ്ഞേക്കുന്നത് അല്ലേ. അവരുടെ ട്രഡീഷണൽ ഭൂട്ടാൻ ആർക്കിടെക്ചറാണ് ഈ കാണുന്നത്. അതുകൊണ്ടോ ഏതോ പഴയ കാലത്തുള്ള പഴയ ഈ രാജാക്കന്മാരൊക്കെ പണിഞ്ഞ ഇത്. നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലുണ്ട് ഇതുപോലത്തെ പഴയ കെട്ടിടങ്ങളൊക്കെ. നമ്മുടെ മഹാരാജാസൊക്കെ കേരള യൂണിവേഴ്സിറ്റി ഇതുപോലത്തെ ബിൽഡിങ്ങുകളുണ്ട്, പഴയ കെട്ടിടങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ കട്ടിയുണ്ടോ, തടിയുടെ കട്ടിയുണ്ടോ? ഭൂട്ടാനിലെ ജോമോത്താങ് മാമൻ ചൂടെടുക്കുന്നു. അപ്പോൾ നമ്മൾ ഭൂട്ടാനിലെ ജോമോത്താങ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണുള്ളത്. ഇവിടെ നമ്മൾ ബൈരക്കൊണ്ട ടെമ്പിൾ സന്ദർശിച്ചു, അതിനുശേഷം ഒരു സ്കൂളിലേക്ക് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഇതാണ് ഇവിടുത്തെ മെയിൻ സിറ്റി ഏരിയ എന്ന് പറയുന്നത്. ഇവരുടെ സിറ്റിയാണ്. ഇവിടെ ക്ഷേത്രങ്ങളും അവരുടെ വീടുകളും എല്ലാം തന്നെ കാണാൻ പറ്റും. ആ കാണുന്നത് ഗോംബയാണ്, പ്രെയർ ഹാളൊക്കെ കണ്ടോ, അവിടെ കാണാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് അധികം നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ സമയമില്ല, നമുക്ക് നേരെ വിടേണ്ടതുണ്ട്. ഇപ്പോൾ ഏകദേശം 9:50 നമുക്ക് നേരെ പോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ തവാങ് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നിന്ന്. ഭൂട്ടാനിലെ റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ AI ക്യാമറയെക്കാട്ടി ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അതായത് ഹെൽമെറ്റ് ഇല്ലാതെ ഇവിടെ 2 വീലർ ഓടിക്കാൻ പറ്റത്തില്ല. അത് ഫ്രണ്ടിലും ബാക്കിലും ഇരിക്കുന്ന ആൾക്ക് 2 പേർക്ക് നിർബന്ധമാണ്. അങ്ങനെ ഹെൽമെറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് ഓടുന്ന ഓട്ടമാണ് ഇതെല്ലാം കാണുന്നത്.
അങ്ങനെ ഓടി 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 ആരുടെയോ കയ്യിൽ നിന്നൊരു ഹെൽമെറ്റ് ഇരന്ന് വാങ്ങി ഭൂട്ടാനിൽ ലാഭത്തിന് പെട്രോൾ അടിക്കാൻ പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ ഇരന്ന് പോയത് വെറുതെ അല്ല. 94 രൂപയ്ക്ക് അരുണാചൽ പ്രദേശിൽ കിട്ടുന്ന പെട്രോൾ ഇവിടെ 72 രൂപയ്ക്ക് കിട്ടും. അതിന് തന്നെ ഓടിയത്. ഇതേ കണ്ടാ പെട്രോളിൻ്റെ വില നോക്ക്. നമ്മുടെ നാട്ടിൽ കിട്ടുമോ ഈ പ്രൈസിന്? അപ്പോൾ നമ്മൾ ബൈരക്കുണ്ടിനോട് വിട പറയുകയാണ്. നമ്മളിന്ന് നേരെ പോകുന്ന ദിരാങ്ങിലേക്കാണ്. അപ്പോൾ നമ്മൾ രാവിലെ ബൈരക്കുണ്ട് കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചല്ലോ. അപ്പോൾ ഇന്ന് ഇവിടെ നമ്മൾ തിരിക്കുകയാണ്. ഇവിടെ നിന്നും ബൊംഡില കഴിഞ്ഞിട്ട് ദിരാങ്. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഹാൾട്ട് എന്ന് പറയുന്നത് ദിരാങ്ങിലേക്കാണ്. എത്ര കിലോമീറ്റർ ഉണ്ട്? ഇവിടുന്ന് ഏകദേശം 115 കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ ഫുള്ള് കയറ്റിറക്കുന്ന വഴികളൊക്കെയാണ്. പക്ഷേ നല്ല വഴിയാണെന്നാണ് പറഞ്ഞത്. നമുക്ക് ബൊംഡില വഴി തന്നെ പോകാം. 2 വഴികളുണ്ട്. ബൊംഡില വഴി തന്നെ നമുക്ക് പോകാം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വഴി എന്ന് പറയുന്നത്. ഇടയ്ക്ക് കുറച്ച് കാഴ്ചകൾ കാണാറുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വഴിയിൽ വരുന്നുള്ളതെന്ന്. അപ്പോൾ ഓക്കെ, ദിരാങ്.